വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന്റെ വേഗം വർദ്ധിച്ചതും രാമക്ഷേത്ര നിർമ്മാണവും മുത്തലാഖ് നിരോധിച്ചതും കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങളായി ചൂണ്ടിക്കാണിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നയപ്രഖ്യാപനം. ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ത്രിവർണ്ണ പതാക ഉയർന്നതും G20 വിജയകരമായി നടത്തിയതും രാജ്യത്തിന്റെ യശസ് ഉയർത്തി. വനിതാ സംവരണ ബിൽ പാസാക്കിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാഷ്ട്രപതി അഭിനന്ദിച്ചു. 3 दशक बाद नारी शक्ति बंधन अधिनियम पारित करने के लिए मैं आपकी सराहना करती हूँ। इससे लोकसभा और विधानसभा के महिलाओं की ज्यादा भागीदारी सुनिश्चित हुई है। രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബജറ്റ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കും. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എത്രത്തോളമാണ്? നയപ്രഖ്യാപന പ്രസംഗം തുടങ്ങിയത് രാഷ്ട്രപതിയുടെ ആ ഒരു സന്ദേശം അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉള്ളത്. ഒപ്പം ഈ സംബോധനയിൽ ഈ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം എത്രത്തോളം പ്രധാനപ്പെട്ട ഘടകമാണ് എന്നതിനെ സംബന്ധിച്ച് വിവരിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിന്റെ രാഷ്ട്രീയമായിട്ടുള്ള സമീപനത്തെ വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നതാണ്. ഈ സഭയുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ഏതാണ്ട് 10 വർഷത്തോളം നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് നടന്ന വികസന പദ്ധതികളെ കുറിച്ച് അക്കമിട്ട് രാഷ്ട്രപതി പറഞ്ഞു. ഒപ്പം രാജ്യത്ത് ഉണ്ടായ വിവിധ വിഭാഗങ്ങൾക്കുള്ള ക്ഷേമം അത് ഈ പ്രത്യേകിച്ച് മുത്തലാഖ് നിരോധനം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതി അത് ഒരു നേട്ടമാണ് എന്നുള്ള അവകാശവാദം ഇതെല്ലാം രാഷ്ട്രീയമായിട്ട് വളരെ കൃത്യമായിട്ടുള്ള ദിശാബോധം ഉള്ളതായിരുന്നു നയപ്രഖ്യാപനം എന്നത് വ്യക്തമാക്കുന്നതാണ്. വികസനത്തെ കുറിച്ച് പറഞ്ഞു എന്നതിനൊപ്പം ഏറെ കൂടുതൽ സമർത്ഥിക്കാനായിട്ട് ശ്രമിച്ചത് രാജ്യം അതിന്റെ ഏറ്റവും സുവർണമായിട്ടുള്ള കാലഘട്ടത്തിലേക്ക് പോകുന്നു, അതിനടിസ്ഥാനമായിട്ടുള്ള ഘടകങ്ങളിൽ വിശ്വാസം അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആ പാരമ്പര്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രപതി ഈ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ട്രഷറി ബെഞ്ചുകളിൽ നിന്ന് ഭരണപക്ഷ അംഗങ്ങൾ ജയ് ശ്രീറാം വിളികളടക്കം മുഴക്കിയത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് നമുക്ക് പരിഗണിക്കാം. നിലവിലുള്ള സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ പടിവാതിലെത്തി നിൽക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വനിതാ സംവരണ ബില്ല് പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം വിശദീകരിച്ചുകൊണ്ട് സ്ത്രീപക്ഷപരമായിട്ടുള്ള സമീപനങ്ങൾക്ക് സർക്കാർ എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ രാഷ്ട്രപതി വിശദീകരിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും രാഷ്ട്രപതിയുടെ പ്രസംഗം തുടങ്ങിയ മുതൽ അവസാനിച്ചതുവരെ നടത്തിയ പ്രസ്താവനകൾ നയപ്രഖ്യാപനത്തിന്റെ ഭാഗമാണെങ്കിലും അതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ദിശാബോധം കൂടി ഉള്ളതാണ്. വേണു. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്.